ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നമ്മുടെ ചാനൽ. അപ്പൊ കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ എന്തുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതെ, നമ്മൾ ഇന്നൊരു പൊതിച്ചോറ് ഉണ്ടാക്കാൻ പോവുകയാണ് ഫ്രണ്ട്സ്. വാഴയിലയിൽ കഴിക്കുക എന്നുള്ളത് പണ്ടും ഇന്നും എനിക്ക് ഒരുപോലെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കാര്യമാട്ടോ. കാരണം പണ്ട് എൻ്റെ ഉമ്മച്ചിയുടെ വീട്ടിൽ നിന്നാണ് എനിക്ക് ഈ ഒരു ശീലം കിട്ടിയത്. അവിടെയൊക്കെ ഇഷ്ടം പോലെ ഇല ഉണ്ടാവും. നമ്മൾ ഈ വെക്കേഷനൊക്കെ നിൽക്കാൻ ചെല്ലുമ്പോൾ ഞാൻ എന്നും ഇലയിൽ എനിക്ക് ഭക്ഷണം വേണമെന്ന് പറയും. കാരണം അവിടെ ആകുമ്പോൾ അവർക്ക് പോയി അപ്പുറത്തുനിന്ന് പോയി പറിച്ചാൽ മതി. പക്ഷെ നമുക്ക് ഇവിടെ അത് കിട്ടില്ലല്ലോ. പണ്ട് മാത്രമല്ല കേട്ടോ, ഇന്നും വാഴയില കിട്ടാനില്ല. ഈ വാഴയിലയും ഞാൻ പറിച്ചത് അപ്പുറത്തെ വീട്ടിൽ നിന്ന് തന്നെയാണ്. നമ്മൾ ആ വാഴയിലയൊക്കെ നല്ലപോലെ വാട്ടിയിട്ട് അതിന്റെ മേലേക്ക് നല്ല ചൂട് ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നല്ല ചെമ്മീൻ മുളകിട്ടതും നല്ല ബീറ്റ്റൂട്ട് തേങ്ങയിട്ടതും കപ്പയും പപ്പങ്ങ മെഴുക്ക് വരട്ടിയും നത്തോലി ഫ്രൈയും അച്ചാറും മുട്ടയും വെച്ചിട്ട് നമ്മളത് അടച്ചു വെച്ചിട്ടുണ്ട്. പൊതിച്ചോറ് നമ്മൾ അടച്ചു പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒഴിച്ചുകറിയായിട്ട് നല്ല മാമ്പഴ പുളിശ്ശേരിയും പിന്നെ നമ്മുടെ ഞണ്ട് റോസ്റ്റും അതുപോലെ തന്നെ നല്ല മീൻ പീര വറ്റിച്ചതും വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പൊതിച്ചോറ് കഴിക്കാനുള്ള സമയമായപ്പോൾ നമ്മൾ ആ പൊതിച്ചോറ് അങ്ങ് തുറന്നപ്പോൾ ഉണ്ടല്ലോ, നല്ല വാഴയുടെ മണമായിരുന്നു. എങ്ങും നല്ല മണമായിരുന്നു. ആ ചോറിലും ആ ഒരു വാഴയുടെ ഒരു ഫ്ലേവർ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ചെമ്മീനും മുട്ടയും ആ കപ്പയും അച്ചാറും ഒക്കെ കൂട്ടിയിട്ട് ഒരു പിടി അങ്ങ് പിടിച്ചു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ആ വാഴലുമായിട്ട് അങ്ങ് ഇഴുകി ചേർന്നിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ.